ഞങ്ങളുടെ ഫാമിലി സുഹൃത്തുക്കൾക്ക് ഫാമിലി ഷെയറിംഗിലേക്ക് സ്വാഗതം. എല്ലാവരും നന്നായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു, നന്നായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയ കൂട്ടുകാരെ, വ്യാഴാഴ്ച വൈകുന്നേരം ഞങ്ങൾ ലൈവായിട്ടൊരു വീഡിയോ റെക്കോർഡ് ചെയ്തപ്പോൾ അതിനകത്ത് മെയിനായിട്ട് ഷെയർ ചെയ്ത വിഷയം എന്തായിരുന്നെന്നറിയോ? ഒരു പുരുഷൻ സ്ത്രീയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്താ? ഒരു പുരുഷൻ അവന്റെ ഭാര്യയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ത് എന്നതായിരുന്നു നമ്മളുടെ ചർച്ചാ വിഷയം. ഇന്ന് ഞാനത് തിരിച്ച് ഒന്ന് ചോദിക്കുകയാണ്. ഒരു സ്ത്രീ പുരുഷനിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു? ഞാൻ ആരോടും ചോദിക്കുന്നില്ല, ആദ്യം തന്നെ ചോദിക്കുന്നത് എൻ്റെ സ്വന്തം ഭാര്യയോടാണ്. 12 വർഷം മുമ്പാണ് ഞാൻ വിവാഹം കഴിച്ചത്. ഞാൻ ഇപ്പോ പ്രേക്ഷകരുടെ മുമ്പിൽ, എൻ്റെ ഫാമിലി കൂട്ടുകാരുടെ മുമ്പിൽ ഇരുന്ന് പരസ്യമായിട്ട് എന്നെ ചോദിക്കുകയാണ്, എൻ്റെ ഭാര്യ എന്ന നിലയിൽ നീ എന്നിൽ നിന്നും പ്രതീക്ഷിച്ചത് ഒരുപാട് പ്രതീക്ഷകളുണ്ടെന്ന് എനിക്കറിയാം, ഒരുപാട് കുന്നോളം. പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിന്റെ പ്രതീക്ഷ, നിന്റെ ആഗ്രഹം എന്തായിരുന്നു? എപ്പോഴും കൂടിയിരിക്കണം. എൻ്റെ ഭർത്താവ് 24 hours എൻ്റെ കൂടെ ഇരിക്കുക എന്നുള്ളതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. അത് നടക്കാം. അത് ഞാൻ ചോദിച്ചോട്ടെ, എന്തെങ്കിലും ഒരു കാര്യം പരസ്യമായിട്ട് പറയുന്നെന്ന് ഓർക്കണം. എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അതിന് ഇച്ചിരി സെൻസ് വേണം. ഇതിപ്പോ ഇത്രയും പ്രേക്ഷകരുടെ മുമ്പിൽ വെച്ച് പെട്ടെന്ന് കൂടെ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും കൂടെ ആയിരിക്കൽ പ്രാക്ടിക്കൽ അല്ല. കാരണം ഞാൻ ഇങ്ങനെ പല രാജ്യങ്ങളിൽ സന്ദർശിച്ച് ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ എൻ്റെ ഈ യാത്രയുടെ ഇടയിലെല്ലാം വീട്ടിൽ തന്നെ കൂടിയിരിക്കണം, പുറത്തു പോകരുതെന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ കൂടെ ഇരുന്നാൽ നമ്മളുടെ കാര്യം ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഈ ലോകത്തിന് വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്താ അതുകൊണ്ട് ഉദ്ദേശിച്ച് കൂടെ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ അത് എനിക്ക് തിരിച്ചറിയാൻ പറ്റാവുന്ന തരത്തിലൊന്ന് പറഞ്ഞു തരാമോ? ഏത് സ്ത്രീ ആണെങ്കിലും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക തൻ്റെ പുരുഷൻ തൻ്റെ കൂടെ ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അത് പോസിബിൾ അല്ല എന്നും അറിയാം. അതായത് ഞാൻ വേറെ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു സ്ത്രീയോട് ആദ്യം ചോദിക്കുകയാണ് എന്താണ് ഒരു പുരുഷൻ ആഗ്രഹിക്കുന്നത് പറഞ്ഞാൽ വളരെ നിസ്സാരമായിട്ട് പറയുന്നത് കെയർ എന്നാണ് പറയുക. ആ കെയറിൽ തന്നെ 4-5 ഘടകങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ആ ഘടകങ്ങൾ ഉൾപ്പെട്ടതിനെയാണ് അവർ കെയർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും കൂടുതലായിട്ടുള്ളത് പുരുഷന്റെ സാമീപ്യമാണ്. പിന്നെ വരുന്നത് സംരക്ഷണവും സുരക്ഷിതത്വമാണ്. പിന്നെ വരുന്നത് പരിഗണന, അംഗീകാരം. ഇത് എല്ലാം കൂടെ ചേരുന്ന ഒരു ഇതിനെയാണ് നമ്മൾ കെയർ എന്ന് സ്ത്രീ ഉദ്ദേശിക്കുന്നത്. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സാമീപ്യം എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ഭർത്താവ് ജോലിക്ക് പോകുമ്പോൾ സ്ത്രീയുടെ കൂടെ ഇരിക്കാനോ താലോലിക്കാനോ ഒന്നും സമയമില്ല. പക്ഷെ അതല്ല സ്ത്രീ ഉദ്ദേശിക്കുന്നത്. ഭർത്താവിൻ്റെ ആബ്സെൻസിലും ഭർത്താവിൻ്റെ ഹൃദയത്തിൽ സ്ത്രീ ഉണ്ട്. 24 hours ഭാര്യയ്ക്കാണ് ഒന്നാം സ്ഥാനം. ഭാര്യയെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ബോധ്യം, അതാണ് ഒരു സ്ത്രീ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്കും ഒരുപക്ഷെ എൻ്റെ പ്രേക്ഷകർക്കും ഇപ്പൊ മനസ്സിലായത് ഇങ്ങനെയായിരിക്കും, നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലായത് ഇങ്ങനെയായിരിക്കും. ഞാൻ ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുള്ള ഒരു സ്ഥലമാണ്. അപ്പം ഒരുപക്ഷെ ഒരു ചെറിയ സംശയമൊക്കെയുള്ള ഒരു ഭാര്യയാണെങ്കിലോ ഇന്ന് നേരം വെളുത്ത് എന്നെ തന്നെയാണോ ആലോചിച്ചത്, അല്ല അവിടെ വല്ല ഫിഗറിലും കുടുങ്ങിപ്പോയോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കാം ഉച്ചക്ക് എൻ്റെ പൊന്നുമോളെ നീ ഇന്ന് കാപ്പി കുടിച്ചോടി, നിന്നെ ഓർക്കുന്നടി, മിസ്സാവുന്നടി എന്ന് പറയുമ്പോൾ നിന്റെ ഉള്ളിൽ ഒരു വലിയ സന്തോഷം തോന്നുകയാണ്. അയ്യോ എൻ്റെ ഭർത്താവ് എവിടെയായിരുന്നാലും ഞാൻ തന്നെയാണ് ആളുടെ മനസ്സിൽ. ഒരു ഉദാഹരണം കൂടെ പറഞ്ഞാൽ, ചെറിയൊരു ഉദാഹരണം, എനിക്കറിയില്ല ഇതാണ് ഉദ്ദേശിച്ചത്. ഞാൻ വൈകുന്നേരം മാർക്കറ്റിലേക്ക് പോയി കൊച്ചുങ്ങളുടെ സ്കൂളിലേക്കുള്ള കുറച്ച് സാധനം വാങ്ങാൻ, വീട്ടിലേക്ക് പച്ചക്കറിയും അരിയും മീനും ഒക്കെ വാങ്ങാൻ. എല്ലാം വാങ്ങിയിട്ട് വരുന്ന വഴിക്ക് എൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടമുള്ള ഒരു ചെറിപ്പഴം, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടമുള്ള ഒരു ലിപ്സ്റ്റിക്ക്, അങ്ങനെ എന്തെങ്കിലും എൻ്റെ പൊന്നൂനെ എന്നും പറഞ്ഞ് ഞാൻ വാങ്ങി കൊണ്ടുവരുമ്പോൾ നിന്റെ മനസ്സിലൊരു തോന്നലാണ്, അയ്യോ എൻ്റെ ഭർത്താവ് മാർക്കറ്റിൽ ആ തിരക്കിൽ പോയി കാറ് പാർക്ക് ചെയ്യാൻ പറ്റാണ്ട് വേർത്ത് ചൂടത്ത് ഓടി നടന്ന് ഒക്കെ ചെയ്താലും അതിൻ്റെ ഇടയിലും എന്നെയാ മനസ്സിൽ സൂക്ഷിച്ചിരുന്നത്, എന്നെയാണ് ആൾ ഓർത്തുകൊണ്ടിരുന്നത് എന്ന ഒരു ഫീലിംഗ് നിനക്കുണ്ടാവും. ഇങ്ങനെ ഒരു ഫീലിംഗ് എപ്പോഴും നിന്റെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയാൽ ഞാൻ എന്റെ സാമീപ്യം എന്നും നിന്റെ കൂടെ ഉണ്ട്. ഞാൻ സാമീപ്യം അല്ലാതെ ഇപ്പൊ ആളായിട്ട് പ്രത്യക്ഷത്തിൽ വന്ന് 24 hours നമ്മുടെ കൂടെ ഇരിക്കുക എന്നുള്ളതല്ല. എവിടെയാണെങ്കിലും ആൾ എവിടെയാണെങ്കിലും നമ്മൾ ഓർക്കുന്നുണ്ട് എന്നൊരു തോന്നലും മനസ്സിൽ കൊടുക്കുക. സാധാരണ സ്ത്രീകൾ ഒരുപാട് സ്നേഹം പ്രകടിപ്പിക്കുന്നവരാ. പക്ഷെ പുരുഷന്മാരെ സംബന്ധിച്ച് അത് കുറച്ച് പുറകിലാണ്. അതേസമയം സ്ത്രീ പുരുഷന്മാരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. അപ്പൊ മാക്സിമം ആ എക്സ്പെക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയില്ല എങ്കിൽ ആ ഒരു ചെറിയ തോന്നലുകൾ അവർക്ക് നൽകുന്നത് ജീവിതത്തിന് ഒരുപാട് മാതിരി കൂട്ടും. ഓക്കെ, ഇതുവരെ എനിക്ക് രഹസ്യം അറിയില്ലായിരുന്നു. ഇപ്പൊ പറഞ്ഞു തന്നത് കൊണ്ട് ഇനി ഞാൻ പോകുന്നിടത്തൊക്കെ ഇടക്കിടക്കൊക്കെ ഒന്ന് വിളിച്ചിട്ട് സുഖമാണോ, മക്കള് ഭക്ഷണം കഴിച്ചോ, നിന്റെ ശരീരത്തിന്റെ ആരോഗ്യം എങ്ങനെയുണ്ട്, മുറ്റടിച്ചോ, പിന്നെ പാഷൻ ഫ്രൂട്ട് പഴുത്തോ ഒക്കെ ചോദിക്കാം. എപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്ന അതൊക്കെ തന്നെയാണ്. ശ്രീനിലയിൽ ഇപ്പോഴും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന അതൊക്കെ തന്നെയാണ്. പിന്നെ എന്ന് പറയുന്നത്
സംരക്ഷണവും സേഫ്റ്റിയൊക്കെയാണ്. അപ്പോൾ ഒരു പരിഗണന, അംഗീകാരം, എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് നമ്മളൊന്ന് തളർന്നു പോയാൽ, സ്ത്രീ തളർന്നു പോയാൽ, കൂട്ടുകാരിൽ നിന്നൊരു ഒറ്റപ്പെടുത്തലുണ്ടായാൽ, നാട്ടുകാരിൽ നിന്ന് ഒരു അവഗണന ഉണ്ടായാൽ, വീട്ടിൽ എന്തെങ്കിലും, കുടുംബത്തിൽ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ജോലി ചെയ്യുന്ന മേഖലയിൽ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ നെഞ്ചി കിടന്നൊന്ന് കരയാനായിട്ട്, ആ ചങ്കോട് ചേർന്ന് കിടന്ന് കരയുമ്പോൾ ഒന്ന് ആശ്വസിപ്പിക്കാൻ, എൻ്റെ മോളെ നിനക്ക് ഞാനില്ലേ, ഞാനുണ്ട്, നീ എന്തിനാ വിഷമിക്കണം, എല്ലാത്തിനും ഞാനുണ്ട് എന്നുള്ള ആ സപ്പോർട്ട് സ്ത്രീ എപ്പോഴും പുരുഷന്മാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോ എന്റെ ജ്യേഷ്ഠാനുജന്മാരെ, എന്റെ ഫാമിലി ഫ്രണ്ട്സുകളെ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഓരോ ഭാര്യയിലുമുള്ള ആദ്യത്തെ പ്രതീക്ഷ പറഞ്ഞു, എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ അവൾ മാത്രമേ ഉള്ളൂ എന്ന് അവൾക്ക് തോന്നുന്ന തരത്തിലുള്ള പ്രവൃത്തി നമ്മളിൽ നിന്നുണ്ടാകണം. രണ്ടാമതൊന്ന്, അവളുടെ സ്വന്തം വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രശ്നമോ, അല്ലെങ്കിൽ അയൽവാസികളുമായി പ്രശ്നമോ, മക്കളുമായി പ്രശ്നമോ, അവളുടെ ശരീരത്തിലുള്ള എന്തെങ്കിലും രോഗപ്രശ്നമോ എന്ത് വന്നാലും അവൾക്ക് ഓടി വന്ന് മാറോട് ചേർന്ന് നിന്ന് കരയാനുള്ള ഒരു സ്വാതന്ത്ര്യം ഈ മാറിനുണ്ട് എന്ന ബോധ്യം ഓരോ പുരുഷനും അവന്റെ ഭാര്യയ്ക്ക് നൽകണമെന്ന് സ്ത്രീ ആഗ്രഹിക്കുന്നു. അങ്ങനെയല്ലേ ഉദ്ദേശിച്ചത്? ഓക്കെ. അപ്പോൾ പക്ഷെ ഇത് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ചൈൽഡിഷ് ആയിട്ടായിരിക്കും ഇത് രണ്ടും തോന്നുന്നത്. എപ്പോഴും ഞാൻ നിന്റെ ഹൃദയത്തിൽ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്നതും, ഈ ഇടക്കിടക്ക് കരയുമ്പോൾ ഈ കരഞ്ഞ് കണ്ണുനീര് തുടക്കുന്നതും, സില്ലി കാര്യങ്ങൾക്ക് പരാതി പറയുന്നതൊക്കെ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഹല്ലി ബല്ലി എന്ന് പറഞ്ഞ് അവൻ അത് തള്ളിക്കളയും. പക്ഷെ അതിനകത്ത് കുടുംബജീവിതത്തിന്റെ വലിയ മധുരം ഒളിച്ചിരിപ്പുണ്ട്. അതുകൊണ്ട് ആ ഒരു മധുരം, നമുക്കെന്ന് പറഞ്ഞ ജീവിതം ഒന്നല്ലേ ഉള്ളൂ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജീവിതമാണല്ലോ ഈ വിവാഹ ജീവിതം, അല്ലെ? ആ ഒരു കാലഘട്ടം, അതിലെ മധുരം നശിപ്പിക്കാതിരിക്കാൻ ഈ ഒരു ശ്രദ്ധ ഓരോ ജ്യേഷ്ഠാനുജനിലും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു പോകുന്നു. സ്ത്രീകൾക്ക് ഈ പുരുഷന്മാർക്ക് ഇതൊക്കെ നിസ്സാരമായിരിക്കും. അയ്യേ ഇതെന്തൊരു ചൈൽഡിഷ്, നീ ഇത്ര നിനക്ക് പക്വതയില്ലേ, മച്യൂരിറ്റി ആയില്ലേ, ഇത്ര 2 മക്കളുടെ അമ്മയാണെന്ന് പുരുഷന്മാർ പക്ഷെ ചോദിക്കും. പക്ഷെ സ്ത്രീ ഇതാണ് പ്രതീക്ഷിക്കുന്നത്. ഈ നിസ്സാര കാര്യങ്ങളാണ് സ്ത്രീക്ക് ഏറ്റവും വലുത്. ഒരു ഗിഫ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞാൽ സ്ത്രീ അതിന്റെ വിലയോ 5000 വിലയല്ല നോക്കുക. ഒരു റോസാപ്പൂ ആണെങ്കിൽ തന്നെ, ഒരു 10 രൂപയുടെ ചെറിയ കാർഡാണെങ്കിൽ തന്നെയും ആ തിരക്കിനിടയ്ക്കും എൻ്റെ ഭർത്താവ്, എൻ്റെ ചേട്ടായി എന്നെ ഓർത്തു എന്നുള്ളതാണ്. അത് തന്നെയാണ് ഏറ്റവും വലുത്. ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ അങ്ങനെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അന്നത്തെ ജീവിതം ആ ദിവസം എങ്ങനെ പോകുന്നത്. വളരെ മധുരമായിട്ടുള്ളതായിരിക്കും. ഓക്കെ. പിന്നെന്താ, വേറെ എന്താണ് പ്രത്യേകം? അപ്പൊ 2 കാര്യങ്ങളാണ് ഇപ്പൊ മനസ്സിലായത്. ഒന്ന്, സാമീപ്യം എന്ന് പറഞ്ഞാൽ മനസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് സ്ത്രീക്ക് ബോധ്യം വരണം. 2, ആൾക്ക് തിരിച്ചറിയുന്നത് എന്നെ കെയർ ചെയ്യാൻ, അതായത് എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും ധൈര്യമായിട്ട് എനിക്ക് എൻ്റെ ഭർത്താവിനെ ആശ്രയിക്കാം, എന്നെ കൈവിടൂല. അത് എൻ്റെ ഭാഗത്തു നിന്നുള്ള ചെറിയ തെറ്റുകളാണെങ്കിൽ പോലും എന്നെ താഴെ വിടത്തില്ല, എന്നെ കൈവിടില്ല, മരണം വരെ എന്നെ കൊണ്ടു നടക്കും എൻ്റെ ഭർത്താവ് എന്നുള്ള ബോധ്യം ഓരോ ഭാര്യയുടെയും മനസ്സിൽ ഈ ഭർത്താവ് ക്രിയേറ്റ് ചെയ്യണം. മൂന്നാമത്, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ എടുത്തത് പുരുഷന്മാരുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ 1-2 പേര് പെൺകുട്ടികൾ തന്നെ എന്നോട് ഫോൺ വിളിച്ചും ചോദിച്ചു. അതുപോലെ ചേട്ടായിക്ക് ഒരുപാട് ഇൻബോക്സ് വന്നിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞത്, സ്ത്രീകൾക്ക് എന്താ സ്വപ്നമില്ലേ, നിങ്ങൾ എന്താ? അപ്പൊ ഞാൻ പറയുന്നത്, സ്ത്രീകൾക്ക് ഒരുപാട് സ്വപ്നങ്ങൾ. ഞാൻ നിന്നോട് ചോദിച്ചോളാം. അങ്ങനെ ഒരു ചെറിയൊരു ഉദാഹരണത്തിന്, ഇപ്പൊ നീ ഒരു സ്ത്രീയാണ്. അതെ. നിന്നെ ഞാൻ വിവാഹം കഴിക്കുന്നതിന്റെ മുമ്പ് നിനക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കും. അങ്ങനെ കുഞ്ഞുനാളിൽ നിനക്ക് വല്ല സ്വപ്നം ഉണ്ടായിരുന്നോ? എന്തായിരുന്നു സ്വപ്നം? എനിക്ക് ഒരുപാട് സ്വപ്നങ്ങൾ. ഞാനൊരു സ്വപ്നജീവിയായിരുന്നു. എന്നെ കൂട്ടുകാരൊക്കെ കളിയാക്കുമായിരുന്നു, ഡ്രീമിംഗ് ഗേൾ എന്ന് പറഞ്ഞ് കളിയാക്കുമായിരുന്നു. പക്ഷെ ഞാൻ ചെറുപ്പത്തിൽ കണ്ട സ്വപ്നമൊന്നും ഇതുവരെ നടന്നിട്ടൊന്നുമില്ല. പിന്നെ എൻ്റെ അപ്പനും അമ്മയ്ക്കും അതിൻ്റെതായ ചില പരിമിതികളുള്ളത് കൊണ്ടും അന്ന് എൻ്റെ അപ്പനും അമ്മയ്ക്കും ഞാനാരെയും കുറ്റപ്പെടുത്തി പറയാൻ, എൻ്റെ ഹൃദയത്തിൽ എനിക്കൊന്നും നുണ പറയാൻ അറിയില്ല. ഞാൻ ഹൃദയത്തിൽ നിന്ന് സംസാരിക്കുകയാണ്. കല്യാണം കഴിക്കുന്നവരെയും ഞാൻ ആഗ്രഹിച്ച സ്വപ്നങ്ങൾ ഒന്നും നടന്നിട്ടില്ല, ഒന്നും നടന്നിട്ടില്ല. പക്ഷെ അതിനുശേഷം അറിയാതെ ഞാൻ കൊച്ചിലെ കണ്ട സ്വപ്നങ്ങളിലേക്ക് ഞാൻ അറിയാതെ നടന്നു പോവുകയായിരുന്നു. ഇപ്പോൾ ഈ ലൈവ് വീഡിയോ പോലും ഞാൻ കണ്ട സ്വപ്നത്തിന്റെ ഒരു ഭാഗമാണ്. അറിഞ്ഞോ? നീ പണ്ടിങ്ങനെ സ്വപ്നം കണ്ടായിരുന്നു? ഒരു സംഭവങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. പൊതുജനത്തിന് നന്മ ചെയ്യുന്ന എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു. തീർച്ചയായിട്ടും. അപ്പൊ അപ്പോഴത്തേക്ക് ടെക്നോളജി വളരെയൊന്നും ഒരു ഐഡിയ ഇല്ല. അന്ന് ഫോണില്ലാത്ത കാലത്താണ് ഞാൻ ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ പോലും കാണുന്നത്. പക്ഷെ അതിന് എൻ്റെ ചേട്ടായി എനിക്ക് ഒരുപാട്, ഇതിപ്പോൾ അറിയാതെ പരോക്ഷമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെ കൊണ്ട് നടക്കുന്നതെന്ന് പറഞ്ഞാൽ
താങ്ക് യു സോ മച്ച്. സത്യം ഞാൻ ഹൃദയത്തിൽ നിന്ന് പറയാം. ഞാനിപ്പോ ലൈവ് കാണിക്കാൻ വേണ്ടി പറയുന്നില്ല. അറിയാതെ തന്നെ ചേട്ടൻ ഒരുപാട് പരോക്ഷമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് ഇപ്പൊ ഏകദേശം ഒരു 50% സ്വപ്നങ്ങൾ പോലും ഇപ്പൊ എനിക്ക് നടന്നിട്ടുണ്ട്. ഇനി ഒരു 50% ഉണ്ട്. അതിപ്പോ എന്റെ ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവരോട് എനിക്ക് ഒരിക്കലും അത് ഇപ്പൊ എനിക്ക് തുറന്നു പറയാൻ പറ്റില്ല. പക്ഷെ എന്റെ സ്വപ്നങ്ങൾക്ക് അറിഞ്ഞോ അറിയാതെയാണോ എന്താണെന്ന് അറിയില്ല, എല്ലാവിധ സപ്പോർട്ടിട്ട് പുറകില് എന്റെ ഹസ്ബൻഡ് ഉണ്ട്. ഇത് പറയുമ്പോൾ ഞാൻ എൻ്റെ ജ്യേഷ്ഠാനുജന്മാരോട് പറയാണ്, കുറെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കൗൺസിലിംഗ് കൊടുത്ത് കിട്ടിയ ഒരു അനുഭവമാണ്. ഒരിക്കലും ഒരു സ്ത്രീ വന്ന് പറഞ്ഞു, എനിക്ക് കുഞ്ഞിലേ ഉള്ള ആഗ്രഹമാണ് ഒരു കാർ ഓടിക്കണമെന്ന്. എന്റെ ഭർത്താവ് ഞാൻ ഡ്രൈവ് ചെയ്യാൻ പഠിപ്പിക്കുന്നുമില്ല, എന്നെ അനുവദിക്കുന്നുമില്ല, എന്ത് ചെയ്യണം? എനിക്കുണ്ടായിരുന്നതാണ്. ആണോ? നടന്നു. ഓക്കെ. അപ്പൊ ഇങ്ങനെ ചെറിയ ചെറിയ സ്വപ്നങ്ങൾ കുറെ സ്ത്രീകൾക്കുണ്ട്. ഇപ്പൊ ഒരു സ്ത്രീ ചിലപ്പം ഒരു പാവപ്പെട്ട ഒരു മിഡിൽ ക്ലാസ് കുടുംബത്തിൽ വളരുന്ന ഒരു സ്ത്രീ നഴ്സായി പഠിക്കാൻ പോവുക, നഴ്സാകാൻ പോവുക, അല്ല ബാംഗ്ലൂർ അല്ല ഡൽഹിയിൽ എവിടെയെങ്കിലും പോയി പഠിക്കുന്ന കാലം മുതൽ ഒരു ആഗ്രഹമായിരിക്കും എനിക്ക് അയർലൻഡിൽ സെറ്റിൽ ചെയ്യണം, കാനഡയിൽ സെറ്റിൽ ചെയ്യണം, അമേരിക്കയിൽ സെറ്റിൽ ചെയ്യണം. പക്ഷേ ഭാഗ്യത്തിന് ഒരു വിവാഹാലോചന വന്നത് നല്ല സ്വത്തുള്ള ഒരു കുടുംബത്തിൽ നിന്ന്, കേരളത്തിൽ നിന്ന്. ആ കുടുംബത്തിലേക്ക് പെണ്ണിനെ കെട്ടിച്ചു വിട്ടു കഴിഞ്ഞാൽ കുടുംബത്തിലുള്ളവർ വരും, എന്തിനാ അയർലൻഡിൽ പോണേ? ഈ പറമ്പിലുള്ള തേങ്ങ പറിക്കാതെ എനിക്ക് ജീവിച്ചൂടെ? ആ ഒട്ടുപാല് പറിക്കാൻ പോരടി, നീ എന്തിനാ പോണേ? അപ്പൊ ഈ സ്വപ്നം അവിടെ നമ്മൾ ഹനിച്ചു. ഇങ്ങനെ വരുമ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നമ്മളെ എത്രയെല്ലാം കൂട്ടിലിട്ട് വളർത്തിയാലും ഒരു പക്ഷിയെ മൈലപ്പൂടിച്ച് കാല ഓടച്ച് പാടച്ചൊല്ലുകിன்ற ഉലകം എന്ന് പറഞ്ഞതുപോലെ ആടച്ചൊല്ലുകിன்ற ഉലകം എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഒരുപാട് സ്വപ്നമുള്ള നമ്മളുടെ ജീവിത പങ്കാളിയെ എന്തൊക്കെ കൊടുത്ത് നമ്മൾ വീട്ടിൽ വളർത്തിയാലും ആ സ്വപ്നത്തിൽ നിന്ന് അവർക്ക് പുറത്തു കിടക്കാൻ പറ്റില്ല. അത് അല്പം വേദനയുള്ള ഒരു കാര്യം. അതുകൊണ്ട് എന്ന് പറഞ്ഞ് എല്ലാവരും അയർലൻഡിൽ പോയി സെറ്റിൽ ചെയ്യാന്നല്ല ഞാൻ പറഞ്ഞത്. അവരുടെ സ്വപ്നങ്ങളിൽ എന്തെല്ലാം അപകടമില്ലാതെ നമുക്ക് പൂർത്തിയാക്കി കൊടുക്കാൻ പറ്റുമോ അതെല്ലാം നമ്മൾ കൊടുക്കാൻ ശ്രമിച്ചേ പറ്റും. ഇത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. കാരണം അവനത് വ്യക്തമായി അറിയാം. ഇപ്പൊ പരിശുദ്ധ ഖുർആനിന്റെ അൽ ബഖറ എന്ന അധ്യായത്തിനകത്തും അന്നിസ എന്ന അധ്യായത്തിനകത്തും അതുപോലെ തന്നെ അത്വലാഖ് എന്ന് പറയുന്ന അധ്യായത്തിനകത്തൊക്കെ ഒരു സ്ത്രീക്ക് പുരുഷൻ കൊടുക്കേണ്ട പരിഗണനയും മുൻഗണനയും എത്ര വലുതെന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഈവൻ ഡൈവോഴ്സ് ചെയ്താൽ പോലും ആ സ്ത്രീക്ക് താമസിക്കാനും ഭക്ഷണത്തിനും കൊടുക്കേണ്ട കാര്യങ്ങൾ പോലും. അതുപോലെ തന്നെ അത് തന്നെ നേരത്തെ ഞാൻ കുറച്ചു മുമ്പ് ഇരുന്ന് വായിച്ചപ്പോൾ എന്നെ ശ്രദ്ധിച്ച ഒരു ഭാഗമാണ് ഈ പുസ്തകത്തിലുള്ളത്. ഇത് വേദങ്ങളിൽ ഋഗ്വേദം, യജുർവേദം, അഥർവവേദം, ഇത് 3ാമത്തെ വേദമാണ്. ഈ വേദത്തിനകത്ത് 3-ാം അധ്യായം 25-ാമത്തെ കണ്ടും 1-ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഓരോ സ്ത്രീക്കും അവരുടെ ഉള്ളിലുള്ള അവകാശമാണത്ര സദാസമയം ഭർത്താവിന്റെ കൂടെ ജീവിക്കുക എന്നുള്ളത്. ആദ്യം നീ പറഞ്ഞൊരു പോയിന്റാണ്, എന്നും എൻ്റെ കൂടെ ആയിരിക്കും സാമീപ്യം. അങ്ങനെ ഒരു സാമീപ്യം ഓരോ സ്ത്രീയുടെയും ഇന്നേറ്റ് ക്യാരക്ടറാണെന്നും അത് ഓരോ ഭർത്താവും അവൾക്ക് കൊടുക്കണമെന്നും ഈ വേദങ്ങളിൽ പറഞ്ഞു. എന്നെഴുതിയ വേദാന്ന് ഓർക്കണം, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അന്നുള്ള മുനിമാര് മഹർഷിമാര് അത് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സാന്നിധ്യം കൊടുക്കുക അല്ലെങ്കിൽ കെയർ കൊടുക്കുക എന്നുള്ളത് അത് ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നവരായാലും വേദങ്ങൾ അനുസരിച്ചുള്ളവരായാലും പുരാണങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവരായാലും എന്തിനേത് തിരുക്കുറൾ അനുസരിച്ച് ജീവിക്കുന്നവരായാൽ പോലും വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ഹൗ മച്ച് പ്രിഫറൻസ് അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ ഇമ്പോർട്ടൻസ് നമ്മളുടെ ജീവിത പങ്കാളിക്ക് കൊടുക്കണമെന്നും അവളുടെ ഉള്ളിൽ നമ്മൾ മാത്രമാണെന്നുള്ള അല്ല നമ്മളുടെ ഉള്ളിൽ അവർ മാത്രമാണെന്നുള്ള ബോധ്യം കൊടുക്കലും അവരെ ഒരിക്കലും നമ്മൾ കൈവിടില്ല എന്നുള്ള ബോധ്യം കൊടുക്കലും ഇതിൽപ്പെട്ടതാണ്. ഇനി ഈ കെയറിങ് എന്ന് പറയുമ്പോൾ കുറച്ചു നേരമായി ആള് കെയറിങ് എന്ന് പറഞ്ഞു. അതിനകത്ത് കുറെ വാക്കുകൾ ഉൾപ്പെടുത്തി എന്തൊക്കെയാണ് കെയറിങ് എന്നുള്ളത്. കെയറിങ്ങിൽ ഞാൻ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി കുടുംബജീവിത പ്രശ്നങ്ങളിൽ ഇടപെട്ട് മനസ്സിലാക്കിയൊരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറയുന്നത് ഞങ്ങളുടെ സ്വന്തം ഒരു അനുഭവമാണ് പറയുന്നത്. ഞാനൊരു പുതിയ തീരുമാനം എടുക്കുമ്പോൾ എൻ്റെ ഭാര്യയുടെ അഭിപ്രായം മാനിക്കാതെ വരുമ്പോൾ എൻ്റെ ഭർത്താവ് എന്നെ പൂർണ്ണമായി ഉൾക്കൊണ്ടില്ല എന്നൊരു ബോധ്യം അവളുടെ മനസ്സിൽ ജനിക്കുന്നു. ഇത് എനിക്ക് സംഭവിച്ചൊരു കാര്യം തുറന്നു പറയാണ് പ്രേക്ഷകരോട്, വിഷമം വേണ്ടട്ടാ. ഒരു 3 വർഷം മുമ്പ് എനിക്കൊരു കാർ വാങ്ങണം എന്നൊരു ആഗ്രഹം ഉണ്ടായി. അങ്ങനെ കാർ വാങ്ങാൻ പോയപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ ആയിട്ട് ചർച്ച ചെയ്തപ്പോൾ കുറച്ച് പേര് എൻ്റെ അടുത്ത് പറഞ്ഞു, നല്ല മൈലേജ് ഉള്ളതും വില കുറഞ്ഞതും പെട്ടെന്ന് ചീത്തയാകത്തതുമായ സൂപ്പർ കാറാണ് ഷവർലെയുടെ ബീറ്റ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കാറ് വാങ്ങണം എന്നുള്ള ആശയം വന്ന് എൻ്റെ ഭാര്യയുടെ അടുത്ത് പറഞ്ഞ ഉടനെ ആള് പറഞ്ഞു, അയ്യേ ഷവർലൊന്നും ഈ വീട്ടിൽ വേണ്ട, ചവറ് സാധനം.
എനിക്ക് ടൊയോട്ടോയുടെ എറ്റിയോസ് ലിവ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കുമ്പോൾ 2 ലക്ഷം രൂപയുടെ ഡിഫറൻസ്. ഞാൻ ഉടനെ കല്ലുകല്ല് പണിയെടുത്ത് കാശുണ്ടാക്കുന്ന ഞാനാ, എനിക്ക് ഇഷ്ടമുള്ള കാശ് മേടിക്കും, മിണ്ടാണ്ട് ഇരുന്നോളാൻ പറഞ്ഞു. ഞാൻ പോയി ഷവറിലോട് വീറ്റ് വാങ്ങി വന്നു. പക്ഷെ ഒരു കാര്യം പറയാം, വീട്ടിന്റെ മുറ്റത്ത് എന്നൊക്കെ ഈ ബീറ്റ് എന്റെ ഭാര്യ കാണുന്നോ അന്നൊക്കെ ഇവളുടെ മനസ്സിലുള്ളൊരു വേദനയാണ് എന്റെ അഭിപ്രായത്തെ എന്റെ ചേട്ടായി മാനിച്ചില്ല എന്നുള്ളത്. അതുകൊണ്ടായിരിക്കാം സത്യമാ പറയണ ഈ ബീറ്റ് എടുത്ത കാലം മുതൽ ഓരോ പ്രശ്നങ്ങളാണ്. ഇപ്പോ 2 ആഴ്ച മുമ്പ് 43,000 രൂപ അതിന്റെ സെൻസർ പൈപ്പിന് വേണ്ടി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഇതൊരു ബുദ്ധിമുട്ടെന്നല്ല ഞാൻ പറയുന്നത്. എന്റെ എക്കണോമിക്കൽ കാഴ്ചപ്പാട് തെറ്റായിരുന്നു. കാരണം അതുകൊണ്ട് എനിക്ക് ലാഭം ഒന്നും ഉണ്ടായിട്ടില്ല. എറ്റിയോസ് എടുത്തെങ്കിൽ ഇതിലും ലാഭമായിരുന്നേനെ എന്ന് പറഞ്ഞ് ഭാര്യ പറയും ഓടിപ്പോയിട്ട് പറയുന്ന കാർ എടുക്കുക, അതിനുവേണ്ടി സഹിക്കുക എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. മറിച്ച് ഒരു പുരുഷന് കാണുന്നതിലും കൂടുതൽ സ്ത്രീയുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റും എന്നുള്ളൊരു ബോധ്യം പുരുഷനുണ്ടാവണം. ഞാൻ ഈ പറയുന്നത് വെറുതെ പറയുന്നതല്ല. നിങ്ങൾക്കറിയോ, ഇപ്പൊ പുരുഷനായ എന്റെ തലയും സ്ത്രീയായ ഇവളുടെ തലയും എടുത്തു നോക്കി ഇച്ചിരി വലുപ്പം എന്റെ തലക്കാ തോന്നിക്കുക. പക്ഷെ അകത്തുള്ളത് ആർക്കാ കൂടുതൽ എന്ന് ചോദിച്ചാൽ എന്താ മറുപടി പറയാ? സ്ത്രീക്കാണ്. സത്യമാണ് പറഞ്ഞത്. കാരണം ഞാൻ 12 വർഷം മുമ്പ് ഇവളെ വിവാഹം കഴിച്ചു. ഇപ്പൊ ഞാൻ ഇവളുമായിട്ട് നല്ലൊരു ഉടക്കിട്ട് കഴിഞ്ഞാൽ വിവാഹം കഴിച്ച നിമിഷം മുതൽ ഇന്ന് വരെ ഞാൻ ചെയ്ത തെറ്റുകൾ ഒരൊറ്റ ശ്വാസത്തിൽ അവൾക്ക് പറഞ്ഞുതരാൻ പറ്റും. അന്ന് എന്റെ അപ്പനെ ഇങ്ങനെ നോക്കി പറഞ്ഞില്ല, അമ്മയോട് ഇങ്ങനെ പറഞ്ഞില്ല, എന്റെ ആന്റിയുടെ വീട്ടിൽ പോയി അങ്ങനെ ചെയ്തില്ല, കടക്കട പറഞ്ഞു. പക്ഷെ ഇവൾ എന്നോട് 12 വർഷം ചെയ്ത ഒരൊറ്റ തെറ്റ് പോലും എന്റെ മനസ്സിലുണ്ടാവില്ല. ഓർമ്മശക്തി വളരെ കുറവായിരിക്കും പുരുഷന്മാർക്ക്. ഞാൻ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല. എന്തിനേറെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ ഒരുപാട് കാര്യങ്ങൾ ദൈവം സ്ത്രീക്കാ കൂടുതൽ കൊടുത്തിരിക്കുന്നത്. മനപ്പക്വതയായാലും ഓർമ്മശക്തി ആയാലും ദീർഘവീക്ഷണമായാലും ഒക്കെ അത് അനിഷേധ്യമായൊരു കാര്യമാണ്. അതിനെ നിഷേധിക്കാൻ പറ്റില്ല. പിന്നീട് ഒരു എപ്പിസോഡിൽ ഞാൻ അത് വ്യാഖ്യാനിച്ച് പഠിപ്പിച്ചു തരും. ദി കമ്പാരിസൺ ബിറ്റ്വീൻ മെയിൽ ആൻഡ് ഫീമെയിൽ എന്ന് പറഞ്ഞ് പിന്നീട് ഉണ്ടാകും. പ്രേക്ഷകർക്ക് അത് ലഭിക്കും തീർച്ചയായും. ദൈവം അതിനുള്ള അവസരം ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോ ഈ സ്ത്രീ ഏതെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ അതിനൊന്ന് മാനിക്കണം. ഞാൻ അന്ന് ഹല്ലിബല്ലി എന്ന് പറഞ്ഞ് തള്ളുന്നതിന് പകരം അവളെ വിളിച്ചിരുത്തിയിട്ട് എടുക്കും പോകുമ്പോൾ പറയേണ്ടത് എന്തായിരുന്നു? അതെ, വളരെ നമ്മള് ടൊയോട്ടോയുടെ എറ്റിയോസ് എടുത്താൽ എനിക്ക് 2 ലക്ഷം രൂപ കൂടുതൽ ചെലവാണ്. ആ കാശ് ഞാൻ ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു 2,500 രൂപയെങ്കിലും 2,000 രൂപയെങ്കിലും മിനിമം നമുക്ക് പലിശ കിട്ടും. നമ്മുടെ ഈ ഡീസലിന്റെ കാറിന് ഡീസൽ ഒഴിക്കാൻ പറ്റുമല്ലോ എന്നൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനെങ്കിലും എനിക്ക് പറ്റിയെങ്കിൽ അവരുടെ മനസ്സിൽ ആ വേദന ഉണ്ടാവില്ല. പലപ്പോഴും ഇതൊരു പ്രശ്നമാണ്. ഭവനം പണിയാൻ പോകുന്ന ചേട്ടന്മാര്, വാഹനം വാങ്ങാൻ പോകുന്ന ചേട്ടന്മാര്, സ്ഥലം വാങ്ങാൻ പോകുന്ന ചേട്ടന്മാര്, ബിസിനസ് കേട്ടാൽ മതി എന്നുള്ള ധാരണ മിക്ക പുരുഷന്മാരിലുണ്ട്. എന്നിലും ഉണ്ടായിരുന്നു. ഇപ്പോഴും അത് പോയെന്നല്ല കുറച്ചുണ്ട്. അപ്പൊ ആ ഒരു പ്രശ്നം പലപ്പോഴും സ്ത്രീകളുടെ മനസ്സിലൊരു മുറിവാണ്, ശരിക്കും ഒരു മുറിവാണ്. അതുകൊണ്ട് അവർക്ക് തോന്നാണ് എന്നെ പരിഗണിക്കുന്നില്ല, ഹുവാമായ ഞാൻ എന്തിനീ വീട്ടിൽ എന്ന് തോന്നിപ്പോകുന്നു. അതിൽ നിന്ന് ഒരു തിരുത്തൽ സ്ത്രീക്ക് കൊടുക്കണം. അപ്പം 3 സംഗതികളാണ് ഏറ്റവും പ്രധാനമായി പറഞ്ഞത്. ആദ്യം എൻ്റെ ഭാര്യ എൻ്റെ അടുത്ത് പറഞ്ഞത് സാമീപ്യം. അപ്പോൾ എപ്പോഴും അവരുടെ ഉള്ളിൽ തോന്നണം നമ്മളുടെ മനസ്സിൽ എപ്പോഴും അവരാ ഉള്ളത്. രണ്ടാമത് നമ്മൾ പറഞ്ഞത് സംരക്ഷണമാണ്, സുരക്ഷിതത്വം. അതായത് എന്ത് പ്രശ്നം വന്നാലും എനിക്ക് മാറോടെ ധൈര്യമായിട്ട് പോയി ചാടി കിടക്കാമെന്നുള്ളൊരു ഉറപ്പ് അവർക്ക് കിട്ടണം. മൂന്നാമത് പറഞ്ഞത് പരിഗണനയാണ്. ഏത് സാഹചര്യത്തിലും എന്റെ അപ്പനമ്മ എന്ത് പറഞ്ഞാലും വാക്കുകള് പരിഗണന. ഒന്നും കൂടെ പറഞ്ഞാൽ അവരാഗ്രഹിക്കുന്നത് എന്റെ വീട്ടിലുള്ള ഭർത്താവ് അർഹതപ്പെട്ടവർക്ക് അർഹതപ്പെട്ടത് കൊടുക്കാൻ കഴിവുള്ളവരായിരിക്കണം എന്നൊരു ബോധ്യം. ഒന്നും കൂടെ പറഞ്ഞാൽ എന്റെ ഭാര്യയുടെ അമ്മ വീട്ടിൽ വരുമ്പോൾ ഞാൻ ചിലപ്പോൾ TV കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ ഒന്ന് എഴുന്നേക്കാനോ മൈൻഡ് ചെയ്യാനോ പോകാറില്ല. ഞാൻ എന്റെ സ്വന്തം കാര്യം പറയണേ. അവളുടെ അപ്പൻ വീട്ടിൽ കയറി വരുമ്പോഴും ഞാൻ മൈൻഡ് ചെയ്യാറില്ല. അവര് വന്നു അവര് പോയി. മറിച്ച് എന്റെ സ്വന്തം അപ്പനാ വരുന്നതെങ്കിൽ ഞാൻ പെട്ടെന്നൊന്ന് എഴുന്നേക്കും. ഇത് നിസ്സാര കാര്യമാണ്. എന്റെ അപ്പനെ വന്നപ്പോ നിങ്ങൾ ഒട്ടും മൈൻഡ് ചെയ്തില്ലല്ലോ, എന്റെ അപ്പൻ വന്നപ്പോഴത്തേക്ക് ചിക്കൻ മേടിച്ചോണ്ട് വന്നില്ലല്ലോ, നിങ്ങളുടെ അമ്മ വന്നപ്പോഴത്തേക്ക് എന്തൊക്കെയാ ചെയ്യണേ, അവിടെ തുടങ്ങി പ്രശ്നം. നിസ്സാര കാര്യമാണ്. ചെറുതായിട്ട് തോന്നുമെങ്കിലും അത് ക്രിയേറ്റ് ചെയ്യുന്ന മുറിവ് വലുതാണ്. അപ്പൊ മാക്സിമം എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇത് വെച്ച് ധ്യാനിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ. എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം വന്നാൽ ആണെങ്കിൽ കല്ലുകൂടി കിട്ടില്ല, പക്ഷെ സ്ത്രീകളുടെ മൈൻഡിൽ കിടക്കും. എവിടെ 24 hours ആയി ചിന്തിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോഴാണ് സ്ത്രീകൾ ഫ്രസ്ട്രേറ്റഡ് ആവുന്നത്, പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കും. ഞാൻ സ്ത്രീയായി എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ പ്രത്യേകം അറിയണം എന്റെ ജ്യേഷ്ഠാനുജന്മാർ ഈ ഒരു കാര്യം. നമ്മൾ അർഹതപ്പെട്ടവർക്ക് അർഹതപ്പെട്ട ബഹുമാനം കൊടുക്കാനുള്ള ഒരു പക്വത നമ്മുടെ മനസ്സിലുണ്ടാകണം. പ്രത്യേകിച്ച് ഭാര്യയുടെ വീട്ടുകാർക്ക്, ഭാര്യയുടെ അപ്പനും അമ്മയ്ക്കും, നമ്മളുടെ ഭാര്യയുടെ ജ്യേഷ്ഠാനുജന്മാർക്കും അവരുടെ ബന്ധുക്കൾക്കുമൊക്കെ
ഒരു തരത്തിലും അർഹതപ്പെട്ട ബഹുമാനം നമ്മൾ കൊടുത്തില്ല എന്ന് നമ്മളുടെ ഭാര്യയ്ക്ക് തോന്നാൻ ഇടവരരുത്. ഗ്രന്ഥത്തില് പൗലോസ്ലീഹയുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, അർഹതപ്പെട്ട ബഹുമാനം അർഹതപ്പെട്ടവർക്ക് കൊടുക്കണമെന്നില്ലേ? യെസ് യെസ്. അല്ല, ബഹുമാനം അർഹതപ്പെട്ടവർക്ക് നിങ്ങൾ ബഹുമാനം കൊടുക്കുവിൻ എന്ന് പൗലോസ്ലീഹ പറയുന്നുണ്ട്. ദാറ്റ്സ് ട്രൂ. അപ്പൊ അത് കൊടുക്കാൻ നമുക്ക് സാധിക്കണം. പിന്നെ ലാസ്റ്റ് നിർത്തുന്നതിന്റെ മുമ്പ് ഒരു ദൈവവചനം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഇത്. എന്റെ സുഹൃത്തുക്കളെല്ലാം മനസ്സിൽ ഒന്ന് കുറിച്ചിടണം. എന്റെ ജ്യേഷ്ഠാനുജന്മാർക്ക് വേണ്ടിയാണ് ഈ വചനം നൽകുന്നത്. ഇത് 1 തിമോത്തിയോസ് 5:8 ശ്രദ്ധിക്കണേ. 1 തിമോത്തിയോസ് 5:8 ഇങ്ങനെയാണ്: ഒരുവൻ തന്റെ സ്വന്തക്കാരുടെയും പ്രത്യേകിച്ച് തന്റെ കുടുംബത്തിന്റെയും ആവശ്യങ്ങൾ നിറവേറ്റുന്നില്ലെങ്കിൽ അവൻ വിശ്വാസം ത്യജിച്ചവനും അവിശ്വാസിയേക്കാൾ ഹീനനുമാണ്. ശ്രദ്ധിക്കണേ, അവൻ വിശ്വാസം ത്യജിച്ചവനും അവിശ്വാസിയേക്കാൾ ഹീനനുമാണ് സ്വന്തം കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ വേണ്ടതുപോലെ ചെയ്തില്ലെങ്കിൽ. അത് ഭാര്യയുടെയും മക്കളുടെയും അവരുടെ മാതാപിതാക്കളുടെയും ബ്രദേഴ്സിന്റെ സിസ്റ്റേഴ്സിന്റെയും നമ്മളുടെ സ്വന്തം മാതാപിതാക്കളുടെയും സിബ്ലിങ്സിന്റെയും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഉത്തരവാദിത്ത ദൗത്യങ്ങൾ മുഴുവനും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ അവിശ്വാസിയേക്കാൾ ഹീനന്മാരായി പോകും. അതുകൊണ്ട് ഈ വചനം ഒന്ന് മനസ്സിൽ ഇന്നത്തെ ഈ എപ്പിസോഡ് വഴി കയറ്റിയിടണം. ഇതിനെപ്പറ്റി നിങ്ങൾ ധ്യാനിക്കണം. നിനക്കെന്തോ ലാസ്റ്റ് പറയാനുണ്ടെന്ന് പറഞ്ഞാൽ എന്താ? കുറച്ചുകൂടി സംസാരിക്കണം. അതല്ല ഉദ്ദേശിച്ചത്. ചേട്ടാ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. സ്ത്രീകൾ പിളപിളാന്ന് സംസാരിക്കും. അത് പക്ഷെ ആണുങ്ങൾ ഇത് കേൾക്കാൻ തയ്യാറായില്ല. പക്ഷെ സ്ത്രീകൾ എന്ന് പറയുന്നത് ഒരുപാട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടത്തിൽപ്പെടുന്നവരാണ്. അപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നടന്നതും കൂട്ടുകാർ സംസാരിച്ചതും അപ്പനും അമ്മയും സംസാരിച്ചതും മക്കൾ നടന്നത് സ്കൂളിൽ നടന്നതൊക്കെ ഭർത്താവ് വരുമ്പോൾ ഇങ്ങനെ മൂടി 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 വെച്ചിരിക്കും ഭർത്താവ് വരുമ്പോൾ പറയാനായിട്ട്. പക്ഷെ അവരതിന് സൊല്യൂഷൻ അല്ലെങ്കിൽ പരിഹാരം പ്രതീക്ഷിക്കുന്നില്ല ഭർത്താവിൽ നിന്ന്. അറ്റ്ലീസ്റ്റ് കേൾക്കുക എന്നുള്ള ധർമ്മം മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ. പക്ഷെ പല പുരുഷന്മാരെ നെഗ്ലക്ട് ചെയ്ത് കളയും. അവരെ കുറ്റപ്പെടുത്താൻ എന്നെ പോലെ അതായത് ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പോഴായാലും കണക്ക് തന്നെയാണെന്ന് എനിക്ക് തോന്നിയത്. അതെങ്ങനെയാണെന്നറിയാം എന്റെ കൂട്ടുകാരെ, ഞാനിപ്പം ഒരു രാവിലെ ഇന്നത്തെ അവസ്ഥ പറഞ്ഞ ഇന്ന് രാവിലെ ഒരു പ്രോഗ്രാമിന് പോയി വൈകുന്നേരം 6 മണിയായി ഞാൻ വീട്ടിലെത്തിയപ്പം തളർന്ന വരുന്ന കാര്യം. അങ്ങോട്ടും ഇങ്ങോട്ടും അത്രയും യാത്ര ചെയ്ത ഇന്ന് നടന്ന കാര്യം. വൈകുന്നേരം വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പെട്ടെന്ന് കുളിക്കണം, ഒന്ന് ഫ്രഷ് ആവണം, വെള്ളം കുടിക്കണം നേരം ഉടനെ എന്റെ ഭാര്യ പോയെടുത്ത് എങ്ങനെ ഉണ്ടായിരുന്നു, ആരെങ്കിലും കണ്ട, ഏതൊക്കച്ചന്മാരെ കണ്ടു, പിന്നെ നിങ്ങൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ച്, പിന്നെ ഡ്രൈവർ എങ്ങനെ ഉണ്ടായിരുന്നു, പോയ വഴിക്ക് വേറെ ട്രാഫിക് എങ്ങനെ ഉണ്ടായിരുന്നു, കളക്കളക്കാന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഒന്നും മിണ്ടാണ്ടിരിക്കാൻ, എനിക്കിത് കേട്ടിട്ട് വയ്യ. അത് കഴിഞ്ഞ് ഞാൻ എന്നോടുള്ള ചോദ്യം നിർത്തി, എന്നാ പോയി കുളിക്കാന്ന് വിചാരിച്ചു. ഉടനെ താഴെ ഇരുന്നിട്ട് വിളിച്ചിട്ട് പറയാണ്, ഇന്ന ആൾ വന്നായിരുന്നു, പിന്നെ കൊച്ചുങ്ങൾ ഇന്ന് അവിടെ പോയി, ഇന്ന് കൊച്ചുങ്ങൾക്ക് അത് വേണതുകൊണ്ട് ഞാൻ മാർക്കറ്റിൽ പോയപ്പോൾ കാശില്ലായിരുന്നു, അവസാനം കാർഡ് എടുക്കാൻ വേണ്ടി രണ്ടാമത് തിരിച്ചു വന്ന് പടപടപടപടപടാം. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇവൾക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അതൊരു വലിയൊരു ഇതിനു മുമ്പ് ഞാനൊരു ഒരു ജർമ്മൻകാരനൊരു വൈദികന്റെ ക്ലാസ്സിൽ കേട്ടൊരു തമാശയാണ്. ലോകത്ത് എവിടെയെങ്കിലും ഒരു പുരുഷൻ മരിച്ചോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ അവരുടെ പൾസ് പിടിച്ചു നോക്കിയാൽ മതി അത്ര. ഈ പൾസ് ഓടുന്നില്ലെങ്കിൽ അവർ മരിച്ചു എന്ന് ഉറപ്പാണ്. പക്ഷെ ഒരു സ്ത്രീ മരിച്ചോ എന്ന് അറിയണമെങ്കിൽ പൾസ് പിടിച്ചു നോക്കിയിട്ട് കാര്യമില്ല, ഹാർട്ട് ബീറ്റ് നോക്കിയിട്ടും കാര്യമില്ല, വാതർന്ന് നോക്കണം അത്ര, നാവ് അനങ്ങുന്നുണ്ടോ ഇല്ലയോ എന്ന്. അത് അനങ്ങുന്നില്ലെങ്കിൽ ആള് മരിച്ചു എന്ന് ഉറപ്പിച്ചോളാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, സ്ത്രീകൾക്ക് ഇങ്ങനെ പടപടപടാന്ന് പറയണം. ഒരു സ്ത്രീക്ക് മിനിമം 50,000 വാക്കുകൾ വരെ ഒരു ദിവസം പറയാൻ പറ്റും അത്ര. പക്ഷേ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം 10,000-ൽ അറിയാം പറയാൻ ബുദ്ധിമുട്ടാണെന്നാണ് ശാസ്ത്രം തെളിയിച്ചിരിക്കുന്നത്. അതിലധികം പറയാൻ അവന് മടുക്കും, അവന് മതിയാവും. ഇത് ഇഷ്ടം പോലെ പറയാം. അപ്പോൾ എൻ്റെ ജ്യേഷ്ഠാനുജന്മാരോട് ഇപ്പോ എൻ്റെ ഭാര്യ ഇവിടെ ഇരുന്ന് പറയായിരുന്നു, ഓരോ സ്ത്രീയുടെ ഉള്ളിലും ഒരു പ്രതീക്ഷയുണ്ട്. അവരിങ്ങനെ വലവലവലാന്ന് പറയുമ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുക. സൊല്യൂഷൻ കൊടുത്തില്ലെങ്കിലും മറുപടി കൊടുത്തില്ലെങ്കിലും അവരുടെ ഈ ബലബല സംസാരം കേട്ടുകൊടുക്കുന്ന ഒരു ഭർത്താവായിരിക്കണം എൻ്റെ ഭർത്താവ് എന്നൊരു പ്രതീക്ഷ എൻ്റെ ഭാര്യക്കുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ കേൾവിക്കാരായ സകല സ്ത്രീകൾക്കും അതുണ്ടാകാം. അറ്റ്ലീസ്റ്റ് ഒരു 50% അതുണ്ടാകാം. കാരണം എൻ്റെ ഉമ്മയും ബാപ്പയും തമ്മിൽ ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പറയുന്നത് കേക്ക് മനുഷ്യ എന്ന് പറഞ്ഞ് വഴക്കിടുന്ന കുഞ്ഞിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഓരോ സ്ത്രീയുടെയും ഉള്ളിലുള്ള ഒരു ആഗ്രഹമാണ് അവർ സംസാരിക്കുന്നത് കേട്ടുകൊടുക്കുക എന്നുള്ളത്. കേൾവി വലിയ ബുദ്ധിമുട്ടാണ് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ മാക്സിമം നിങ്ങൾ അതിരുന്ന് കേൾക്കണം. അതിനെക്കുറിച്ച് പിന്നീട് ഒരു എപ്പിസോഡിൽ ഇന്റൻഷണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു സബ്ജക്ട് ഞങ്ങൾ ലൈവായിട്ട് നിങ്ങൾക്ക് തരുന്നതാണ്. എങ്ങനെയാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സംസാരിക്കേണ്ട രീതി, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നീട് ഒരു എപ്പിസോഡിൽ പഠിപ്പിച്ചു തരും. എല്ലാം കൂടെ ഒരു എപ്പിസോഡിൽ നമുക്ക് പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ്. ലാസ്റ്റ് ജിജിക്ക് എന്താണ് നമ്മളുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? 8:30 ആയി. ഇപ്പൊ എന്തോ ഒരു കഥ പറയണമെന്ന് പറഞ്ഞ എൻ്റെ അടുത്ത്. അല്ല, പറയാം, ധൈര്യമായിട്ട് പറയാം. ഹാഫ് ആൻ അവർ ആയല്ലോ. കുഴപ്പമില്ല, ഇത് 1 hour വരെ പോകും. ഓക്കെ.
ഒരു ചെറിയൊരു കഥയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ FB ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കേട്ട കഥ തന്നെയാണ്. കേട്ടോട്ടെ. ഓക്കെ. ഒരു നാട്ടില് ഒരു രാജാവിന് 4 കുതിരകൾ ഉണ്ടായിരുന്നു. 4 കുതിരകൾ ഇണങ്ങാത്ത, അനുസരിക്കാത്ത, ഒട്ടും അനുസരണയില്ലാത്ത കുതിരകൾ. പക്ഷെ രാജാവിന് ആ കുതിരകളെ മെരുക്കണമെന്ന് ഭയങ്കര കൊതിയായി. മെരുക്കി നല്ല അനുസരണയുള്ള കുതിരകളാക്കി എടുക്കണമെന്ന്. രാജാവ് പഠിച്ച പണി 18 നോക്കിയിട്ടും പറ്റിയില്ല. അവസാനം രാജാവ് എന്ത് ചെയ്തു എന്നറിയാവോ? രാജാവ് വിളംബരം ചെയ്തു, നാട്ടിലെല്ലായിടത്തും വിളംബരം ചെയ്തു, ഈ കുതിരകളെ മെരുക്കി അനുസരിപ്പിച്ച് തരുന്നവർക്ക് ഞാൻ നല്ല പാരിതോഷങ്ങളും സമ്മാനങ്ങളും തരാമെന്ന് വിളംബരം കൊടുത്തു. വിളംബരം കേട്ട് നാടിൻ്റെ പല ഭാഗത്തു നിന്ന് ഒരുപാട് ആൾക്കാർ വന്നിട്ടും ആർക്കും ഒന്നും ആ കുതിരകളെ മെരുക്കുവാൻ പറ്റിയില്ല. പലർക്കും മെരുക്കുവാൻ പോകുന്നതിനിടയിൽ പലരെയും കൈയൊടിഞ്ഞു, കാലൊടിയുന്നു, 1-2 പേര് മരണപ്പെടുക വരെ ചെയ്തു. അവസാനം രാജാവ് വളരെ നിരാശയിലായി ആ മോഹം ഉപേക്ഷിച്ചു. എന്തായാലും കുതിരകളെ മെരുക്കാൻ പറ്റുന്നില്ല, ആൾക്കാർക്ക് ആർക്കും പറ്റില്ല, എന്തായാലും പറ്റില്ല എന്നൊരു ആ മോഹം ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കാണ് ഒരു സുന്ദരനായ ചെറുപ്പക്കാരൻ കൊട്ടാരത്തിലെത്തുന്നത്, രാജാവിനെ കാണുന്നത്. എന്നിട്ട് രാജാവിനോട് പറഞ്ഞു, അങ്ങനെ ഞാൻ ഈ കുതിരകളെ മെരുക്കിത്തരാം. രാജാവ് ഒന്ന് അടിമുടി അദ്ദേഹത്തെ നോക്കി. വളരെ സുന്ദരൻ, വളരെ ചെറുപ്പക്കാരൻ. അപ്പം രാജാവ് ചോദിച്ചു, ശരിക്കും നീ പറയുന്നതാണോ എന്ന് ചോദിച്ചു. അതെ, എനിക്ക് പറ്റും, ഞാൻ വളരെ ആത്മവിശ്വാസമുണ്ട്, ഞാൻ ആ കുതിരകളെ മെരുക്കിത്തരാം എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് വീണ്ടും പറഞ്ഞു, ഇവിടെ വന്ന് കുതിരകളെ മെരുക്കാൻ വന്ന പല പരിശീലകർക്കും കൈയൊടിഞ്ഞിട്ടുണ്ട്, കാലൊടിഞ്ഞിട്ടുണ്ട്, 1-2 പേരും മരണപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴും ചെറുപ്പക്കാരൻ പുറകോട്ട് മാറാൻ തയ്യാറായില്ല. അപ്പോൾ ചെറുപ്പക്കാരൻ ഒരു കണ്ടീഷൻ വെച്ചു, എനിക്ക് ഞാൻ മാറ്റിത്തരാൻ ഉറപ്പാണ്, പക്ഷേ 1 വർഷത്തേക്ക് ആ കുതിരകളെ എൻ്റെ അടുത്ത് വിട്ടു തരണം. ഞാൻ എൻ്റെ നാട്ടിലോട്ട് കൊണ്ടുപോകും. 1 വർഷം കഴിയുമെന്ന് ഞാൻ തിരിച്ച് മെരുക്കിയ കുതിരകളായിട്ട് തിരിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ആ കണ്ടീഷൻ രാജാവ് സമ്മതിച്ചു. അതിനനുസരിച്ചിട്ട് ആ ചെറുപ്പക്കാരൻ കുതിരകളുമായിട്ട് വീട്ടിലേക്ക് പോയി. ദിവസങ്ങൾ മാസങ്ങളായി കടന്നുപോയി. 1 വർഷം എത്തി. എന്നിട്ടും കുതിരകളെയും ചെറുപ്പക്കാരനെയും കാണാനില്ല. അപ്പോഴേക്കും രാജാവ് വിചാരിച്ചു, എന്തായാലും ചിലപ്പോൾ കുതിരകൾ അദ്ദേഹം എന്തെങ്കിലും തട്ടിക്കളഞ്ഞു കാണും എന്നുള്ള വിചാരിച്ചിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും, ഉദ്യാനത്തിലോട്ട് ഇരിക്കുമ്പോഴേക്കും ചെറുപ്പക്കാരൻ കുതിരയിൽ വരുന്നു. ഏറ്റവും മുൻപിലായി ചെറുപ്പക്കാരൻ കുതിരയെ തെളിച്ചുകൊണ്ട് വരുന്നു. ബാക്കി 3 കുതിരകളും വളരെ അനുസരണയോടുകൂടി മാർച്ച് ഫാസ്റ്റായിട്ട് പുറകിൽ ഇങ്ങനെ ലൈനായിട്ട് വരുന്നു. രാജാവിൻ്റെ കണ്ണ് തള്ളിപ്പോയി. രാജാവ് അത്ഭുതപ്പെട്ട് ഓടി പുറത്തിറങ്ങി വന്നു. എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ കുതിരകളെ മെരുക്കുവാൻ പറ്റിയത് എന്ന് ചോദിച്ചു. അപ്പോൾ ആ ചെറുപ്പക്കാരൻ വളരെ ശാന്തനായിട്ട് മറുപടി പറഞ്ഞു, ആദ്യം വന്ന പരിശീലകരൊക്കെ പെട്ടെന്ന് തന്നെ കയറി ജീനി ഇടുവാനും കടിഞ്ഞാൻ ഇടുവാനുമാണ് നോക്കിയത്. പക്ഷെ ഞാൻ അങ്ങനെയല്ല ചെയ്തത്. ഞാൻ ആ കുതിരകളെ കൊണ്ടുപോയി അവർ പുറത്തോട്ട് ഭയങ്കര വിശാലമായിട്ട് ഞാൻ അവരെ അഴിച്ചു വിട്ടു. അവർ പോകുമ്പോൾ ഞാൻ അവരുടെ കൂടെ പോയി. അവർ ഭക്ഷണം കഴിക്കുമ്പോൾ ഞാനും അവരുടെ കൂടെ ഭക്ഷണം കഴിച്ചു. അവർ വെള്ളം കുടിക്കുമ്പോൾ ഞാനും കാപ്പിയും ചായയൊക്കെ കുടിച്ചു. അവരുറങ്ങുമ്പോൾ ഞാനും അവരോടൊപ്പം ഉറങ്ങി. അങ്ങനെ ദിവസങ്ങൾ മാസങ്ങൾ കടന്നുപോയി. അവസാനം അവർക്ക് മനസ്സിലായി, അവരുടെ കൂട്ടത്തിൽ ഒരു കുതിര തന്നെയാണ് ഞാനും എന്ന് കാര്യം മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് പതുക്കെ ഞാൻ അവിടെ പുറത്ത് കൈ വെച്ചപ്പോഴേക്കും അവർ കൈ തട്ടി മാറ്റി. പിന്നെ പതുക്കെ അതൊരു ശീലമായി. പതുക്കെ ഞാൻ അവിടെ പുറത്ത് പുതപ്പിട്ടപ്പോഴത്തേക്കും അവർ കൈ തട്ടി മാറ്റി. പിന്നെ അതൊരു ശീലമായി മാറി. പതുക്കെ ഞാൻ അവർ ജീനി ഇടാൻ നോക്കിയപ്പോഴേക്കും അവർ സമ്മതിച്ചില്ല. പതുക്കെ അവർ എനിക്ക് തല കുനിച്ച് തന്നു, കടിഞ്ഞാനിട്ടു, ജീനി ഇട്ടു. പിന്നെ ഞാൻ പറയുന്നത് അനുസരിച്ചു. അങ്ങനെയാണ് എനിക്ക് അവരെ മെരുക്കുവാൻ പറ്റിയത്. അതിന് 1 വർഷം എടുത്തു. അപ്പം ഇതിലൊരു സന്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ കല്യാണം കഴിച്ചൊരു ഭാര്യ ഭർത്താവിനെ കല്യാണം കഴിച്ച് 2 പേരും വ്യത്യസ്ത സാഹചര്യത്തിലാണ്. ഇണങ്ങാത്ത മെരുങ്ങാത്ത ഒരു സാഹചര്യത്തിൽ നിന്ന് പുതിയ സാഹചര്യത്തിലോട്ട് വരികയാണ്. അപ്പോഴേക്കും ഭർത്താവ് ഭാര്യനെ പെട്ടെന്ന് വരുതിയിലാക്കാനോ, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിനെ തൻ്റെ വരുതിയിലാക്കാനോ ബലം പ്രയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വരുതിയിലാക്കാനോ ദയവ് ചെയ്ത് ശ്രമിക്കരുത്. അപ്പോഴാണ് നമുക്ക് പരിക്കുകൾ പറ്റുക. നമ്മൾ അവരുടെ കൂടെ ആയിരിക്കുക, അവരുടെ ഇഷ്ടങ്ങൾ അറിയുക. അവരുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് അറിഞ്ഞ് അവർ കഴിക്കുന്ന പോലെ, അവർ ചിന്തിക്കുന്നത് പോലെ, അവർ സ്വപ്നം കാണുന്ന പോലെ അവരുടെ സ്വപ്നങ്ങൾക്കൊക്കെ സപ്പോർട്ടായിട്ട് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുതിര മെരുങ്ങിയതുപോലെ ഏത് ഭർത്താവിനെയും നമുക്ക് മെരുക്കാൻ പറ്റും, ഏതൊരു ഭാര്യനെയും നമുക്ക് മെരുക്കാൻ പറ്റും. ചെറിയൊരു മെസ്സേജും കൂടെ. അതുപോലെ തന്നെ നമ്മളെ എത്ര പേര് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആനന്ദം അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ മൂല്യം അളവുകോൽ എന്താണെന്നറിയാവോ? നമ്മളെ എത്ര പേര് സ്നേഹിക്കുന്നുണ്ട്, കരുതുന്നുണ്ട് എന്നതിലല്ല,
നമ്മൾ എത്ര പേരെ സ്നേഹിക്കുന്നുണ്ട്, കരുതുന്നുണ്ട് എന്നുള്ളതിലാണ്. പക്ഷെ നമ്മൾ എല്ലാവരും എന്ത് ചെയ്യുന്നറിയാവോ? എന്നെ ആരൊക്കെ സ്നേഹിക്കുന്നുണ്ട്, ഭർത്താവ് സ്നേഹിക്കുന്നുണ്ട്, മക്കൾ സ്നേഹിക്കുന്നുണ്ട്, അമ്മ സ്നേഹിക്കുന്നുണ്ട്, കൂട്ടുകാർ സ്നേഹിക്കുന്നുണ്ട്, എല്ലാവരും സ്നേഹിക്കുന്നുണ്ടോ എന്ന് നോക്കി നടക്കുക. പക്ഷെ നമ്മൾ എത്ര പേരെ സ്നേഹിക്കുന്നുണ്ടെന്ന് നമ്മൾ നോക്കുന്നില്ല. ഇത് തന്നെയാണ് ചില സെലിബ്രിറ്റീസിന് സംഭവിക്കുന്നത്. പെട്ടെന്ന് ഡിവോഴ്സസ് നടക്കുന്നതിന് കാരണം എന്തെന്നറിയാവോ? അവർ ആരാധകരെ നോക്കി പോകും. ഫാൻസ്, എനിക്ക് എത്ര ആരാധകരുണ്ട്, എനിക്ക് എത്ര ഫാൻസ് ഉണ്ട്, എത്ര പേര് എന്നെ സ്നേഹിക്കുന്നുണ്ട് കരുതുന്നതിനിടയിൽ അവർ പലരെയും സ്നേഹിക്കാൻ മറന്നു പോകുന്നു. അങ്ങനെ സ്നേഹിക്കാൻ മറന്നു പോകുന്നത് കൊണ്ടാണ് ഡിവോഴ്സസ് കൂടുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ എത്ര പേര് സ്നേഹിക്കുന്നുണ്ട് എന്നതിലാണ്, അല്ലാതെ നമ്മളെ എത്ര പേര് സ്നേഹിക്കുന്നുണ്ട് ഇതിന്റെ കൺക്ലൂഷനിൽ പറഞ്ഞു തരാനുള്ളത് വളരെ സിമ്പിൾ ആണ്. ഓരോ ഭാര്യയും രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് ഇന്ന് എത്രമാത്രം എന്റെ ഭർത്താവിനെ സ്നേഹിക്കാൻ പറ്റും എന്ന് ചിന്തിക്കുക. ഓരോ ഭർത്താവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്കിന്ന് എന്റെ ഭാര്യയെ എത്രമാത്രം സ്നേഹിക്കാൻ പറ്റും എന്ന് ചിന്തിക്കുക. അല്ലാതെ എന്നെ എത്രത്തോളം സ്നേഹിക്കുമെന്നല്ല, എനിക്ക് എത്രത്തോളം അവരെ സ്നേഹിക്കാൻ പറ്റും. അങ്ങനെ രണ്ടുപേരും സ്നേഹം കൊടുക്കാൻ മത്സരിക്കുമ്പോൾ കൂടുമ്പോൾ ഇമ്പമുള്ള സ്ഥലമായി നമ്മളുടെ കുടുംബം മാറും. എനിക്ക് വളരെ സന്തോഷമായി. ഈ ലാസ്റ്റ് പറഞ്ഞ കഥ എന്നെ വളരെയധികം സ്വാധീനിച്ചു. ഇനി ഞങ്ങൾ ഇങ്ങനെ ലൈവായിട്ട് വരുമ്പോൾ ഒരുപാട് സെൻസർ കട്ട് കമന്റുകൾ കാണാൻ പറ്റുന്നു. ഇങ്ങനെ ഒരുപാട് കമന്റുകളുണ്ട്. അപ്പം അത് സെൻസർ കട്ട് ചെയ്യേണ്ടത് കേൾക്കുന്ന നിങ്ങൾ അത് കട്ട് ചെയ്യണം. അതെല്ലാം കൂടെ ഞങ്ങൾക്ക് നോക്കിയിരുന്ന് കട്ട് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ അത് തള്ളിക്കളയണമെന്ന് പറയുന്നു. പക്ഷേ വിഷമം ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ സന്തോഷത്തോടെ പറയില്ലല്ലോ. വിഷമമല്ല, അതിനെക്കുറിച്ച് ഈ കമന്റുകൾ ഇങ്ങനെ അടിക്കുന്നതിന്റെ പിന്നിലുള്ള മാനസിക പ്രശ്നം എന്ത് എന്നുള്ളത് പിന്നീട് ഒരു എപ്പിസോഡിൽ നമ്മൾ അത് ഡിസ്കസ് ചെയ്യുന്നതാണ്. അതും വ്യക്തമായി പഠിപ്പിക്കാം. ഈ സോഷ്യൽ മീഡിയ എങ്ങനെയാണ് ഈ തരത്തിലായിപ്പോയതെന്നും ഇതിന്റെ പുറകിൽ മനുഷ്യന്റെ ചേതോവികാരം എന്തെന്നും നമ്മൾ പിന്നീട് പഠിക്കും. അത് ഒഴിവാക്കുന്നില്ല. ആ സബ്ജക്ട് നമ്മൾ കൊണ്ടുവരുന്നതാണ് നമ്മളുടെ ഈ ലൈവ് വീഡിയോയിൽ തന്നെ. പിന്നെ ഇത് ഞങ്ങളിങ്ങനെ ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് ഭയങ്കര ആത്മനിർവൃത്തിയുണ്ട്. എന്താണെന്നറിയോ? ഈ കഴിഞ്ഞ ദിവസം അതെന്റെ ഭാര്യയോട് പറയാൻ മറന്നുപോയതാ. എനിക്കൊരു ഫോൺ കോൾ വന്നു ഒരു സ്ത്രീയിൽ നിന്നും. ഫോൺ കോൾ വന്നിട്ട് പറഞ്ഞു, എൻ്റെ ഭർത്താവ് വളരെ സിമ്പിളായൊരു മനുഷ്യനാണ്. ഞങ്ങൾ രണ്ടുപേരും ബെഡ്ഷീറ്റിന്റെ അകത്തുള്ളപ്പോൾ മാത്രം, അതായത് ബെഡിൽ കിടന്ന് ബെഡ്ഷീറ്റ് മേലിട്ട് കഴിഞ്ഞാൽ സെക്സ് ചെയ്യാറുണ്ട്. അങ്ങനെ കൊച്ചുങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സെക്സ് എന്താ, സുഖം എന്താന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ 15 വർഷമായിട്ട് അറിഞ്ഞിട്ടില്ല. ഒരു ദിവസം എൻ്റെ സ്കൂളിൽ പഠിച്ച ഒരു അഡ്വക്കേറ്റ് കൂട്ടുകാരിയുമായി സംസാരിക്കും. അവൾ എന്തൊക്കെയോ വീഡിയോ കാണിച്ചു തന്നപ്പോഴാണ് ഇങ്ങനെയൊക്കെ ഉണ്ട് അല്ലേ എന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. അങ്ങനെ ഇതിങ്ങനെ മനസ്സിലിങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കെ വേറെ ഒരു പുരുഷനെ അയാൾ എനിക്ക് പരിചയപ്പെടുത്തി തന്നു. എൻ്റെ കൂട്ടുകാരി വക്കീല്. അയാൾ അല്പം സമ്പത്തുള്ളവനും മിടുക്കനും ഹാൻസവും ആയതുകൊണ്ട് ഞങ്ങൾ തമ്മിലുള്ള ഈ ഫേസ്ബുക്ക് ചാറ്റ് കൂടി കുറെ ഗിഫ്റ്റൊക്കെ എനിക്ക് കിട്ടി. അവസാനം ഞങ്ങൾ തെറ്റായ ജീവിതം നയിക്കുകയായിരുന്നു. അങ്ങനെ നയിച്ചുകൊണ്ടിരുന്ന ഞാൻ ഒരു ദിവസം വേറൊരാൾ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഈ വീഡിയോ കണ്ടു. വീഡിയോ കണ്ടപ്പോൾ എൻ്റെ ഉള്ളിൽ തോന്നി, അക്കരെ പച്ച എന്ന് പറഞ്ഞ് എൻ്റെ ഭർത്താവിനിട്ട് ഓടുമ്പോൾ അതിലുള്ള പാപം, തിന്മ ബോധ്യപ്പെട്ടു. ഞാൻ ഉടനെ തന്നെ എൻ്റെ ആ കൂട്ടുകാരനോട് ഇനി ഒരിക്കലും എന്നോട് മിണ്ടരുതെന്ന് പറഞ്ഞ് ബ്ലോക്ക് ചെയ്ത് കാര്യങ്ങൾ ക്ലിയർ ചെയ്തു. ഞാൻ തിരിച്ച് പശ്ചാത്തപിച്ചു. ഒരു നല്ല കുടുംബജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്ന് ആ സ്ത്രീ എന്നെ വിളിച്ചു പറഞ്ഞു. ഇതൊന്നല്ല, ഒരുപാട് കേസുകൾ ഇങ്ങനെ ഇമെയിലായിട്ടും അതുപോലെ തന്നെ ഇൻബോക്സിലായിട്ടും കമന്റിലായിട്ടും നമുക്ക് കാണാൻ പറ്റും. എന്തുമാത്രം ഫോൺ കോൾ എന്നറിയാം. അപ്പൊ ഇതുകൊണ്ട് ഏതെങ്കിലും ഒരു കുടുംബത്തിൽ, അത് ഹിന്ദുവിന്റെ എന്നോ മുസ്ലിമിന്റെ എന്നോ ക്രിസ്ത്യാനിയുടെ ഒന്നും ഇല്ല, മനുഷ്യകുലത്തിൽ മാനവകുലത്തിൽ ഏതെങ്കിലും ഒരു കുടുംബത്തിൽ അല്പം വെളിച്ചം തെളിയട്ടെ എന്നൊരൊറ്റ ആഗ്രഹമേ ഇതിന്റെ പിന്നിൽ ഞങ്ങളുടെ ഉള്ളിലുള്ളൂ, ഞങ്ങളുടെ ഹൃദയത്തിലുള്ള ഒരൊറ്റ വികാരം. കാരണം വെളിച്ചം ആരും കത്തിച്ചിട്ട് അത് കട്ടിലടിയിൽ ഒളിപ്പിച്ചു വെക്കരുത്. അവരവരുടെ കയ്യിലുള്ള അറിവ് അല്ലെങ്കിൽ നന്മ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിക്കാൻ ഇട്ടുകൊടുക്കണം എന്നുള്ളത് വേദവാക്യമാണ്. അപ്പൊ ഈ പ്രകാശിക്കാൻ ഇട്ടുകൊടുക്കുക എന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയ ഇത്രയും ഫ്രീ ആയി നമ്മുടെ കയ്യിൽ ഉള്ളപ്പോൾ ഇച്ചിരി സമയം കിട്ടുമ്പോൾ അത് നമ്മുടെ കൂട്ടുകാരുമായി കുടുംബമായി പങ്കിടുന്നത് നമ്മുടെ കുടുംബത്തിന് മധുരം കൂട്ടുമെന്ന് വിശ്വസിക്കുന്നു. ലാസ്റ്റ് നിർത്തുന്നതിന്റെ മുമ്പ് ഒരു ചെറിയ കാര്യം കൂടെ. ഒരുപാട് ഫോൺ കോൾ ഇങ്ങനെ മാറി വരുന്നുണ്ട്. അതെല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഐ എം റിയലി സോറി. ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം ചോദിക്കുന്നുണ്ട്. അതും എല്ലാം ഒരേപോലെ അറ്റൻഡ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. ബിക്കോസ് ഐ എം വൺ മാൻ, സിംഗിൾ മാൻ, അല്ലെങ്കിൽ വി ആർ ടു, അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടും കൂടെ ഒന്ന്. അപ്പോൾ രണ്ടും കൂടെ ഒന്നാണ്. അപ്പം പറ്റാത്തത് കൊണ്ട് ഞാനൊരു ചെറിയൊരു റിക്വസ്റ്റ് പറയാണ്. ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് ഒരു നമ്പർ കാണും. ആ നമ്പർ വാട്സപ്പിൽ അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിന് ഇങ്ങനെ വല്ലാണ്ട് വേദനിക്കുന്ന, ആരോടെങ്കിലും ഒന്ന് തുറന്നു പറയാൻ പറ്റാതെ ഞെരുങ്ങുന്ന നിങ്ങളുടെ സങ്കടങ്ങളുണ്ടല്ലോ, നിങ്ങൾക്ക് വാട്സപ്പിൽ ഓഡിയോ റെക്കോർഡായിട്ട് അയക്കാം. അത് ഞങ്ങൾ രണ്ടുപേരും അല്ലാതെ മൂന്നാമതൊരാൾ അത് കാണുകയോ കേൾക്കുകയോ ചെയ്യില്ല, അത് ഉറപ്പു തരാം. അത് കേട്ടിട്ട് ഞങ്ങളെ കൊണ്ട് മാനസികമായി ഞങ്ങളെ കൊണ്ട് ചെയ്തു തരാൻ പറ്റുന്ന എന്ത് സഹായം ഉണ്ടെങ്കിലും ഞങ്ങൾ ചെയ്തു തരും. ഞങ്ങൾക്ക് മാനുഷികമായി പറ്റില്ല എന്നുള്ള വിഷയത്തിന് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കും. ഞങ്ങൾക്ക് അതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ ഇങ്ങനെ
ഇന്നതിനേക്കാൾ ഉപരി ഏറ്റവും നല്ലത് ഓഡിയോ മെസ്സേജ് അയക്കുക. അതിൽ ആദ്യം പേര് പറയുക, സ്ഥലം പറയുക, വിഷയങ്ങൾ പറഞ്ഞ് നിങ്ങൾ ഓഡിയോ റെക്കോർഡ് ചെയ്ത് അയച്ചാൽ ഈ കാറിൽ യാത്ര ചെയ്യുമ്പോഴും ട്രെയിനിൽ പോകുമ്പോഴും ഫ്ലൈറ്റിൽ പോകുമ്പോഴും എയർപോർട്ടിൽ ഇരിക്കുമ്പോഴും നാലാളുടെ ഇടയിൽ ഇരിക്കുമ്പോഴും ഞങ്ങൾക്ക് വേണമെങ്കിൽ അത് കേൾക്കാം. കേട്ടിട്ട് അതിനുള്ള സൊല്യൂഷൻ തരാൻ പറ്റും. ദൈവം ഈ സോഷ്യൽ മീഡിയ ഇത്രയും സൗകര്യത്തിൽ നമുക്ക് തന്നിട്ടുണ്ടല്ലോ, അത് അതിൻ്റെ തരത്തിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവസാനം എന്തെങ്കിലും നമ്മുടെ കുടുംബ പ്രേക്ഷകരോട്, നമ്മുടെ കുടുംബ സുഹൃത്തുക്കളോട് പറയാനുണ്ടോ ലാസ്റ്റായിട്ട്? അല്ല, ഇത് ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ താമസിയാതെ വീണ്ടും ഒരു എപ്പിസോഡായിട്ട് വരും. നിങ്ങൾ മറ്റു മനുഷ്യരെ ഒരു തുള്ളിയെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, നാൻ പെറ്റ ഇൻപം പെറുക ഈ വയ്യഹം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ സന്തോഷം ലോകം മുഴുവനും അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർ, അവരോട് ഈ അറിവുകൾ നിങ്ങൾ പോയി ഷെയർ ചെയ്യണം. ഈ ലോകത്തിൽ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ദാനം എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഞാൻ നിങ്ങളോട് ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ചിലർ പറയും കണ്ണുദാനം, ചിലർ പറയും അന്നദാനം, ചിലർ പറയും വസ്ത്രദാനം, ഇങ്ങനെ പല ദാനങ്ങൾ പറയും. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് ജ്ഞാനദാനം മഹാദാനം. ഈ ലോകത്തിൽ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ദാനം നമ്മുടെ ഉള്ളിലുള്ള ഇച്ചിരി അറിവാണ്. കാരണം ഒരു പിച്ചക്കാരന് നമ്മൾ എത്ര മീൻ കൊടുത്താലും അവന് നാളെ പട്ടിണി കിടക്കേണ്ടി വരും. പക്ഷെ മീൻ പിടിക്കാൻ അവനെ പഠിപ്പിച്ചാൽ ഒരിക്കലും പിന്നെ അവൻ പട്ടിണി കിടക്കേണ്ടി വരില്ല. ഒരുവൻ എത്ര രക്തം കൊടുത്താലും ആ രക്തം സൂക്ഷിക്കാൻ പഠിപ്പിച്ചില്ലെങ്കിൽ വീണ്ടും അത് ചീത്തയാക്കി വരും. അപ്പോൾ ഈ ലോകത്തിൽ നമുക്ക് ഏറ്റവും അധികം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള സാധനം അറിവാണ്. കണ്ട തമാശകളെല്ലാം വായിച്ച് അതിന് ജോക്ക് അയച്ച് ഇങ്ങനെ കളിയാക്കി ഇങ്ങനെയൊക്കെ ഫേസ്ബുക്കും അതുപോലെ തന്നെ ട്വിറ്ററും വാട്സപ്പും ഇമെയിലും ഒക്കെ ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ കുറച്ച് അറിവ് നേടാനും ആ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുമായി ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ സർവശക്തനായ ദൈവം എനിക്കും നിങ്ങൾക്കും കൃപ തരട്ടെ എന്ന് പ്രാർത്ഥന. ഓക്കെ, ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.